നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഭൂപടത്തിലെ ആ വലിയ ത്രികോണത്തെ നിങ്ങൾക്കറിയാമോ? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി രൂപപ്പെട്ട ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഡെക്കാൻ പീഠഭൂമിയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡെക്കാൻ പീഠഭൂമി എന്താണെന്ന് നോക്കാം. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പ്രദേശമാണിത്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവുമാകുന്നു അതിരുകൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതുലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്: ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി, ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെ ആണ്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള ഏറ്റവും വലിയ പട്ടണമാണ് പൂനെ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമികളാണ് മൈസൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി, പൊള്ളാച്ചി പീഠഭൂമി, വയനാട് പീഠഭൂമി, തെലങ്കാന പീഠഭൂമി, മഹാരാഷ്ട്ര പീഠഭൂമി, ഗോൽക്കൊണ്ട പീഠഭൂമി എന്നിവ. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. ഗോൽക്കൊണ്ട സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി തെലങ്കാനയിലാണ്. കോഹിനൂർ രത്നം ലഭിച്ചത് ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറുള്ള പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്കുനിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റർ ആണ് ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. 2637 മീറ്റർ ഉയരമുള്ള ദോഡാബേട്ട നീലഗിരി നിരയിലെ പ്രധാന കൊടുമുടിയാണ്. ഇനി പൂർവഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ജാവതി കുന്നുകൾ, പാൽക്കൊണ്ട മല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകൾ ഇതിൻ്റെ ഭാഗമാണ്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് ഇതിന് ഉയരം കുറവാണ്. ഒഡീഷ മുതൽ തമിഴ്നാട് വരെ ഏകദേശം 800 കിലോമീറ്റർ നീളമുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഇതിനെ മുറിച്ച് കടക്കുന്നു. നീലഗിരിയിൽ വെച്ച് പശ്ചിമഘട്ടവുമായി കൂടിച്ചേരുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.